സൈനസൈറ്റിസിന്റെ ഒരു തരം സൈനസൈറ്റിസേ ഉള്ളൂ അതോ അതിന് പലതരം ടൈപ്സ് ഉണ്ടോ ഗ്രേഡിംഗ് ഉണ്ടോ എങ്ങനെയാണ്? ഓഫ് കോഴ്സ് എല്ലാത്തിനും ഗ്രേഡിംഗ് ഉണ്ട്. അപ്പോൾ സൈനസൈറ്റിസിനും ഗ്രേഡിംഗ് ഉണ്ട്. ദർ ആർ സ്റ്റേജസ്, ഡിഫറെന്റ് സ്റ്റേജസ്. അത് ബേസിക്കലി രണ്ടായിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. വൺ അക്കോർഡിംഗ് ടു ദ ടൈം ഓഫ് ദ സൈനസ്, എത്ര നാളായത് അതിനനുസരിച്ചാണ് സ്റ്റേജ്. ദർ ഇസ് അക്യൂട്ട് സൈനസൈറ്റിസ്, അത് 3 to 2 weeks അതുവരെയുള്ള ടൈമിൽ ഇൻഫെക്ഷൻ ആണെങ്കിൽ, 3 days to 2 weeks ഉള്ള ഇൻഫെക്ഷൻ ആണെങ്കിൽ അക്യൂട്ട് സൈനസൈറ്റിസ് എന്ന് പറയും. അത് കഴിഞ്ഞിട്ടുള്ള സബ് അക്യൂട്ട്, 3 weeks to 3 months ടൈം. ഇത്രയും നാള് സാധാരണ രീതിയിൽ എല്ലാവരും ആ ടൈമിലായിരിക്കും മിക്കവാറും വരും. സബ് അക്യൂട്ട് മിക്ക ആൾക്കാർക്കും അറിയാൻ വയ്യാത്തതുകൊണ്ട്. ദെൻ വി ഹാവ് എ ക്രോണിക് സ്റ്റേജ് വിച്ച് ഇസ് മോർ ദൻ 3 months. അപ്പം അങ്ങനെയാണ് നമ്മൾ സ്റ്റേജസ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. ഈ സ്റ്റേജസ് എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യുന്നത് ചോദിച്ചാൽ ഡിപ്പെൻഡ്സ് ഓൺ ദ ട്രീറ്റ്മെന്റ്. ഈ സ്റ്റേജ് എന്ത് സ്റ്റേജ് ആണെന്ന് വെച്ചാൽ അതിനനുസരിച്ചാണ് ട്രീറ്റ്മെന്റ് ഫേവർ ചെയ്യാൻ പോകുന്നത്. മറ്റൊരു ക്ലാസിഫിക്കേഷൻ എന്ന് പറയാനായിട്ട് ഇൻഫെക്ഷൻ ഉണ്ടോ ഇല്ലയോ എന്ന്, ഇൻഫെക്ഷ്യസ് ആൻഡ് നോൺ ഇൻഫെക്ഷ്യസ്. അപ്പോൾ ഇൻഫെക്ഷ്യസ് ആണെങ്കിൽ ഡെഫിനറ്റ്ലി യു നീഡ് ആന്റിബയോട്ടിക്സ്, അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള ഈ ബാക്ടീരിയ അല്ലെങ്കിൽ വൈറൽ അല്ലെങ്കിൽ ഫംഗൈ ആയിരിക്കും മിക്കവാറും. അപ്പോൾ അതിനനുസരിച്ചുള്ള മരുന്ന് കഴിച്ചാലേ പറ്റുള്ളൂ. No, and it can be contagious also. It can spread from one person to another also. Sinusitis. Exactly. They're all microbes. You do achu kondu aa droplets lo kore bacteria povum adutha aalku kittum. Oh, actually. It can spread. You're having an infection in your body. And through these secretions and coughing undengil cough adukku secretions ellam povunnathu, if you don't correctly handle them, it spreads to the next person. Okay. Now, sinusitis is contagious. You can say in a way contagious. Okay. പിന്നെ നോൺ ഇൻഫെക്ഷ്യസ് എന്ന് പറയാനായിട്ട് ഈ അലർജിക് സിംറ്റംസ് ഉള്ളവർക്ക്, അവർക്ക് വിട്ട് മാറാത്ത തുമ്മല് അല്ലെങ്കിൽ ജലദോഷം, ദേ ആർ അലർജിക് ടു ഡസ്റ്റ്. നൗ യു കനോട്ട് അവോയ്ഡ് ഡസ്റ്റ് എനിവെയർ. സോ ദേ ആർ ലൈഫ് ലോങ് ദേ ആർ അലർജിക്. സോ ദേ ഹാവ് ദിസ് പ്രോബ്ലം ഓഫ് സൈനസൈറ്റിസ്. പക്ഷെ അവർ ഇൻഫെക്ഷ്യസ് അല്ല, ദേ ആർ നോൺ ഇൻഫെക്ഷ്യസ്. അവരുടെ അലർജി പ്രശ്നം കൊണ്ടാണ് അവർക്ക് ആ ഒരു സൈനസൈറ്റിസ് വരുന്നത്. സോ യു ജസ്റ്റ് നീഡ് അലർജിക് മെഷേഴ്സ് അല്ലെങ്കിൽ അലർജിക് ട്രീറ്റ്മെന്റ്സ് അല്ലെങ്കിൽ ഹോം റെമഡീസ് കൊണ്ട് അവർക്ക് അത് മാറാൻ പറ്റും. അപ്പൊ അങ്ങനത്തെ ബേസിക് ആയിട്ട് 2 ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷൻസ് ആണുള്ളത്. ഇത് കൂടാതെ റൈനോ സൈനസൈറ്റിസ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അത് when it becomes സൈനസ് and the rhino means the nose. That's the medical term. അപ്പം നോസും ഇൻവോൾവ് ആവുന്നുണ്ട്, സൈനസും ഇൻവോൾവ് ആവുന്നുണ്ട്. അങ്ങനെ ഒരു കണ്ടീഷനാണ് റൈനോ സൈനസൈറ്റിസ് എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും ടൈപ്സ് ഓഫ് സൈനസൈറ്റിസ് ഉണ്ട്, ജസ്റ്റ് വൺ ടൈപ്പ് അല്ല. അതുകൊണ്ടാണ് നമുക്ക് ഈ 134 മില്യൺ ആൾക്കാർ സഫർ ചെയ്യുന്നത് അല്ലേ? ഇത് ഒരുപാടുണ്ട്. സൈനസൈറ്റിസ് ആൾക്കാർ ചോദിക്കുമ്പോൾ ഇത് ഇവിടെ സൈനസ് ഒരു സ്ഥാനത്ത് മാത്രമല്ല, ബട്ട് ഇറ്റ്സ് വൈഡ് സ്പ്രെഡ്. അതിന്റെ കോസസ് ആയാലും ക്ലാസിഫിക്കേഷൻ ആയാലും ഈവൻ ട്രീറ്റ്മെന്റ് ഓൾസോ ഇറ്റ്സ് വൈഡ് സ്പ്രെഡ്. സോ ദ നെക്സ്റ്റ് ഇസ് ട്രീറ്റ്മെന്റ്. ട്രീറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ ഒരുപാട് ടെക്നിക്സ് കാണും. കാരണം ഇപ്പം ഡോക്ടർ ഒത്തിരി കാറ്റഗറൈസ് ചെയ്തു. സോ എന്തൊക്കെയാണ് ട്രീറ്റ്മെന്റ്സ്? അപ്പം ട്രീറ്റ്മെന്റ് ഡിപെൻഡ് ചെയ്യുന്നത് വി ഹാവ് ടു ലുക്ക് വാട്ട് ഇസ് ദ കോസ്. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ഫോറിൻ ബോഡി എന്തെങ്കിലും ആണെങ്കിൽ അത് റിമൂവ് ചെയ്താൽ ഇറ്റ് വിൽ സ്റ്റാർട്ട് ഡ്രെയിനിങ്. ആ ഓപ്പണിംഗ് ക്ലോസ്ഡ് ആയതുകൊണ്ടാണ് അവിടെ സൈനസ് ഉണ്ടായത്. അപ്പം ഡ്രെയിൻ ചെയ്യുമ്പോൾ മിക്കവാറും ആ പസ് എല്ലാം പോകുമ്പോൾ പ്രോബബ്ലി if it's a severe infection, they might need an antibiotic. If it's a not severe infection, maybe just secretions, maybe I have to wait and watch for 2-3 days. If the child is fine, everything, we can just leave it that way. അപ്പോൾ എങ്ങനെയാണ് ആ ഫോറിൻ ബോഡി റിമൂവ് ചെയ്യുന്നത്? അത് ഫോറിൻ ബോഡി റിമൂവ് ചെയ്ത് ENT ഡോക്ടറിന്റെ ജോലിയാണ്. Then that we have to go to the doctor. നിങ്ങൾ സ്വന്തം റിമൂവ് ചെയ്യാൻ നോക്കല്ല. കാരണം many parents they try at home and come to the doctor. It makes it more difficult for us to remove. കാരണം നമ്മൾ എത്ര നോക്കിയാലും you have limited things at home. ചിലപ്പോൾ ഒരു പ്ലക്കർ അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു ചെറിയൊരു ഹെയർ ക്ലിപ്പർ ഒക്കെ വില വെച്ചായിരിക്കും നമ്മൾ നോക്കുന്നത്. അപ്പം when we are trying it, it might be pushed inside and going more further in. You never know. But then when you come to doctor, അവർക്ക് അതിനുള്ള especially ENT doctors അല്ലെങ്കിൽ physicians, anybody who have a technique and who have the capable instruments, you can remove it. അപ്പോൾ അതനുസരിച്ച് ആ നോളജും ഇൻസ്ട്രുമെന്റ്സ് ഉണ്ടെങ്കിൽ you can remove. അപ്പം definitely it's better, even if it's a small thing, it's better that you come to the doctor. അപ്പം അത് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ അത് ആ ഒരു ഇൻഫെക്ഷൻ അങ്ങ് പോകും. നെക്സ്റ്റ് ഇസ് ഇപ്പം ടൂത്ത് ഇൻഫെക്ഷൻ നമ്മൾ പറഞ്ഞ പോലെ. അപ്പം ടൂത്ത് ഇൻഫെക്ഷൻ കൊണ്ടാണെങ്കിൽ പ്രോബ്ലി യു വിൽ ഹാവ് ടു റിമൂവ് ദ ടൂത്ത്. Maybe there's an abscess അല്ലെങ്കിൽ ചെറിയൊരു pus collection below the tooth which is penetrating into the sinus up. അപ്പം അങ്ങനെയാണെങ്കിൽ നമ്മൾ ആ ടൂത്ത് പ്രോബ്ലം സോൾവ് ചെയ്താലേ പറ്റുള്ളൂ. അതാണ് അതിന്റെ കോസ്. ടൂത്ത് പ്രോബ്ലം സോൾവ് ചെയ്യാൻ മിക്കവാറും ആ സൈനസും അങ്ങ് സോൾവ് ആവും. സോ ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ വാട്ട് ഈസ് ദ കണ്ടീഷൻ. ഇപ്പം സ്മോക്കർ, വീട്ടിലൊരു സ്മോക്കിംഗ് ആളാണെങ്കിൽ ദി ഫാമിലി മെമ്പേഴ്സ് they are having this sinus problem. So what is the solution? Stop smoking. Take the smoke outside the house. അതാണ് നമുക്ക്. അപ്പം ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ കോസ്.
നമ്മൾ നേരത്തെ സ്റ്റേജസ് നമ്മൾ ചെയ്തു. ഇപ്പൊ അക്യൂട്ട് സൈനസൈറ്റിസ് എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ ഷോർട്ട് ടേം, ഇപ്പോൾ 3 days ഉണ്ടായതാണ്. അപ്പൊ ഇമീഡിയറ്റ്ലി ഒരു ആന്റിബയോട്ടിക് ചിലപ്പം ആവശ്യമില്ലായിരിക്കും. മോസ്റ്റ് ഓഫ് ദ മൈനർ കേസസ് ഡോണ്ട് നീഡ് ആന്റിബയോട്ടിക്സ്. ജസ്റ്റ് സ്റ്റീം ഇൻഹലേഷൻ യു കൻ ഡു ഓവർ ദ അറ്റ് ഹോം റെമഡീസ് അങ്ങനെയൊക്കെ ചെയ്തിട്ട് യു കൻ ഗെറ്റ് അവേ വിത്ത് ഇറ്റ്. ബട്ട് ദെൻ സംടൈംസ് ഡോക്ടർ മൈറ്റ് ചെക്ക് ആൻഡ് ഹി മൈറ്റ് സേ അത് കുറച്ച് നാളായതാണ്, അല്ലെങ്കിൽ കുറച്ച് പഴയതാണ്, അല്ലെങ്കിൽ യു മൈറ്റ് ഹാവ് എ ഫൗൾ സ്മെൽ കമ്മിങ് ഔട്ട്, അല്ലെങ്കിൽ ഫൗൾ ഡിസ്ചാർജ് ഫ്രം യുവർ നോസ്, അല്ലെങ്കിൽ പസ് ഡിസ്ചാർജ് ഉണ്ടെങ്കിൽ ദെൻ ദാറ്റ് ഈസ് ഇൻഫെക്റ്റഡ്. അപ്പം പ്രോബബ്ലി ചിലപ്പം ഡോക്ടർ ആ ഡിസ്ചാർജിന്റെ ചിലപ്പം കൾച്ചർ ചെയ്യാൻ പറയും. കൾച്ചർ എന്ന് പറയുന്നത് ആ ഡിസ്ചാർജ് എടുത്ത് നമ്മൾ അതിനകത്ത് ഏത് ഇൻഫെക്ഷൻ ആണ് അല്ലെങ്കിൽ ഏത് ബാക്ടീരിയ ആണ് ഇതിന് കോസ് ചെയ്യുന്നത്, അതനുസരിച്ചിട്ടുള്ള ഏത് ആന്റിബയോട്ടിക് കറക്റ്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന നമുക്ക് ഈ ഒരു കൾച്ചർ റിപ്പോർട്ടിൽ നമുക്ക് കിട്ടും. അപ്പം ദിസ് ഈസ് വെരി ഇമ്പോർട്ടന്റ്. ഇഫ് ഇറ്റ് ഈസ് കാരണം നമ്മളിപ്പം ഒരു പ്രാവശ്യം ആന്റിബയോട്ടിക് കൊടുത്തത് സ്റ്റാർട്ട് ചെയ്താൽ ഇഫ് ഇറ്റ് ഡസന്റ് സോൾവ് പിന്നെ നമുക്ക് കൾച്ചർ ചെയ്യാൻ പറ്റില്ല. You will not get, കാരണം ഈ ഒരു ബാക്ടീരിയ എല്ലാം പോയി ഒളിച്ചിരിക്കും. ഇഫ് യു ഗെറ്റ് റിഡ് ഓഫ് ഇറ്റ്, അത് പോയിട്ടുണ്ടെങ്കിൽ ഓക്കെ, ആ ഇൻഫെക്ഷൻ പോയിട്ടുണ്ടെങ്കിൽ ഓക്കെ വിത്ത് ഫസ്റ്റ് ആന്റിബയോട്ടിക്. പോയിട്ടില്ലെങ്കിൽ പിന്നെ പൊട്ടക്കണ്ണൻ ചക്കയും മാങ്ങ എറിയുന്ന പോലെ ട്രയൽ ആൻഡ് എറർ ഇങ്ങനെ ഓരോ ആന്റിബയോട്ടിക്കും നമ്മളിങ്ങനെ എറിഞ്ഞെറിഞ്ഞ് ചെയ്തുകൊണ്ടിരിക്കുന്നു. So the doctor will advise if he can find out what is the commonest cause and if he is confident then he will just treat without the culture report. അപ്പൊ അങ്ങനെയാണ് നമ്മുടെ ആ ഒരു സൈനസൈറ്റിസ് ട്രീറ്റ് ചെയ്യുന്നത്. സബ് അക്യൂട്ട് ഇൻഫെക്ഷൻസ് ഇറ്റ് ക്യാൻ ബി വൈറൽ, ഇറ്റ് ക്യാൻ ബി ബാക്ടീരിയൽ, ഇറ്റ് ക്യാൻ ബി ഫംഗൽ. അപ്പം ഇതിനനുസരിച്ചിട്ട് ഏതാണെന്നുസരിച്ച് ബൈ എക്സാമിനേഷൻ വി കം ടു നോ, ദെൻ വി സ്റ്റാർട്ട് ഇമീഡിയറ്റ്ലി വിത്ത് ദ മെഡിസിൻസ്. പിന്നെ വരുന്നത് ക്രോണിക് ആണ്. ക്രോണിക് സൈനസൈറ്റിസിൽ നമ്മളിപ്പം അറിയില്ല, 3 months കൊണ്ട് നമുക്ക് 3 to 6 months കൊണ്ട് ഇങ്ങനെ നമ്മൾ പ്രോബ്ലംസ് ഉണ്ട്, നമ്മൾ ചിലപ്പം വിചാരിച്ചു കാണും ഇത് കോൾഡ് ആയിരിക്കും, അലർജി ആയിരിക്കും, നമ്മൾ കൊണ്ടു നടന്നു. ഇറ്റ് ബിക്കംസ് എൻ ഓൾഡ് ഇൻഫെക്ഷൻ. What we can do, there are many methods with this. Sinus wash എന്ന് പറഞ്ഞ സംഭവമുണ്ട്. That is done by ENT surgeons ആണ് അവർ ചെയ്യുന്നത്. സലൈൻ ഒഴിച്ച്, അതെ, സലൈൻ ഒഴിച്ച്. ദീസ് ആർ ഹോളോ സ്പേസസ്. അപ്പം അതിനകത്ത് എന്തെങ്കിലും ഇൻഫെക്ഷൻ അല്ലെങ്കിൽ പസ് ഉണ്ടെങ്കിൽ അതിനകത്ത് സലൈൻ അല്ലെങ്കിൽ വാട്ടർ ക്ലീൻ ചെയ്തിട്ട് നമ്മളിങ്ങനെ വാഷ്. ഇറ്റ്സ് കോൾഡ് എ സൈനസ് വാഷ്. ബേസിക്കലി യു ആർ വാഷിംഗ് ദി ഹോളോ സ്പേസ്, ഹോളോ ഏരിയ. അത് മുമ്പേ അവർ ചെയ്യുന്നത് മേ ബി ദേ മൈറ്റ്, നമ്മൾ ഇതിന്റെ ഇൻവെസ്റ്റിഗേഷൻ കാര്യം പറഞ്ഞില്ല, ദാറ്റ് വിൽ കം ടു ഇറ്റ്. എനിവേ നമ്മുടെ ക്രോണിക് സൈനസൈറ്റിസ് നമ്മളിപ്പം സൈനസ് വാഷ് ചെയ്യാം, അല്ലെങ്കിൽ ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ ക്രോണിക് ടൈം. അപ്പം ചിലപ്പം ഡോക്ടർ പറയും യു മൈറ്റ് നീഡ് എ സർജറി ഫോർ ഇറ്റ്. ഇഫ് ഇറ്റ്സ് ലൈക്ക് എ ലോങ് സ്റ്റാൻഡിംഗ് പ്രോസസ്, ഒരു 2 years 3 years കൊണ്ട് യു ഹാവ് എ സിവിയർ സൈനസ്, യുവർ ലൈഫ് ഇസ് അഫക്റ്റഡ്, യുവർ വർക്ക് ഇസ് അഫക്റ്റഡ്, യു ആർ ഗെറ്റിംഗ് ടു മച്ച് പ്രോബ്ലംസ് വിത്ത് ദിസ്, അങ്ങനെ ആണെങ്കിൽ then doctor might advise you for surgery. There are different types of surgery that ENT surgeon will examine and then they will check and tell you which is the. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ട് നമ്മൾ ട്രീറ്റ്മെന്റ് ഇതിനെ നമ്മൾ ചൂസ് ചെയ്യുന്നത്.